നമ്മൾ ആനന്ദം അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ബ്രെയിനാണ്. അപ്പം നമ്മൾ എത്ര കണ്ട് ബ്രെയിനിനെ നമ്മൾ ആറാം ഇന്ദ്രിയത്തെ വർക്ക് ചെയ്യിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദം കൂടും. കാരണം ആകാശത്തിൻ്റെ ഗുണമാണ് ആനന്ദം. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ. അന്നമയ എന്ന് പറയുന്നത് നമ്മളുടെ ത്വക്കിന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണ്ണാണ് അതിൻ്റെ പ്രധാന ഘടകം. അന്നമയ കഴിഞ്ഞത് അടുത്തത് പ്രാണമയ. പ്രാണൻ ജലമാണ്. ആ ജലമാണ് നമ്മളെ പ്രാണമയത്തിലേക്ക് എത്തിക്കുന്നത്, ജീവനുള്ളതാക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ജീവൻ നൽകുന്നത് ജലമാണ്. ജലം നഷ്ടപ്പെട്ടാൽ നമ്മൾ ജഡമാണ്. അപ്പോൾ ആ ജലമാണ് നമ്മളുടെ പ്രാണമയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മനോമയ എന്ന് പറയുന്നത്. നമ്മുടെ ഇച്ഛയ്ക്ക് കാരണമായിരിക്കുന്നത് വായുവാണ്. വായു മലിമസപ്പെട്ടാലോ നമ്മുടെ കഥ കഴിഞ്ഞു. മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്? വായുവാണ്, നല്ല വായുവാണ്. ആ നല്ല വായുവിന് കാരണം എന്താണ്? വൃക്ഷപ്രകൃതിയാണ്. ഈ ഓക്സിജൻ നൽകുന്ന ഈ വൃക്ഷപ്രകൃതി തന്നെയാണ് നമ്മുടെ ഹൃദയേശൻ എന്ന് പറയുന്നത്. ഹൃദയേശൻ വിഷ്ണുവാണ്. ഹൃദയത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമായിരിക്കുന്നത്, സ്വസ്ഥതയ്ക്ക് കാരണമായിരിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ സുഖത്തിന് കാരണമായിരിക്കുന്നത് പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഈ വായുവാണ്. നല്ല വായു ശ്വസിക്കാൻ പറ്റുന്ന ഇടങ്ങളെ സൃഷ്ടിക്കുക. പാർപ്പിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ നല്ല വായു സഞ്ചാരമുള്ള ഈ വായുവിൻ്റെ ഗതിക്കനുസരിച്ച് ഭൂമിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഈ നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള നമ്മളുടെ ജ്ഞാനേന്ദ്രിയത്തെ വർക്ക് ചെയ്യിക്കുന്ന രീതിയിലോ, ആ ജ്ഞാനേന്ദ്രിയം എവിടെ എടുത്തു വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രെയിനിനെ, ബ്രഹ്മാണ്ഡമായിരിക്കുന്ന ബ്രെയിനിനെ എടുത്തു വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അത്രയും വലിയ മനസ്സ് വേണം. ഏത് ബ്രഹ്മാണ്ഡത്തെയും സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സ് അത്രയും വലുതായിരിക്കും. ബ്രഹ്മാണ്ഡമായിരിക്കുന്ന അറിവിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ബ്രെയിനിനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഗെയിം ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുന്ന അത്രയും വലിയ മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. കടുകോളം ചെറിയ മനസ്സല്ല നമുക്കുണ്ടാവേണ്ടത്. കടലോളമല്ല, ഈ മിൽക്കി വേ ഗാലക്സിയെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, എടുത്തു വെക്കാൻ പറ്റുന്ന അത്രയും വിശാലമായിട്ടുള്ള ഹൃദയങ്ങളാണ്, മനസ്സുകളാണ് നമുക്കുണ്ടാവേണ്ടത്. ഹൃദയത്തിനകത്താണ്, ദക്ഷിണ ഭാഗത്താണ് മനസ്സ് എന്ന് പറയുന്ന സാങ്കല്പിക ലോകമുള്ളത്. അപ്പോൾ മനോമയ എന്ന് പറയുന്നത് വായുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തതോ വിജ്ഞാനമയ. വിജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് അഗ്നിയാണ്, നേത്രേന്ദ്രിയമാണ്. വിജ്ഞാനമയമായിരിക്കുന്നത് അഗ്നിയാണ്, പ്രകാശമാണ്. പ്രകാശമാണ് നമ്മളുടെ വിജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത്. തമസിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ അകവും പുറവും നമുക്ക് ഇരുളേ നിറയും. നമ്മൾ അജ്ഞതയിലായി. നമ്മളുടെ ജ്ഞാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ദ്രിയമായിരിക്കുന്നത് കണ്ണാണ്. കണ്ണിന് കാരണം പ്രകാശമാണ്. കണ്ണ് വർക്ക് ചെയ്യുന്നത് പ്രകാശത്തിലാണ്. ആ വിജ്ഞാനമയ എന്ന് പറയുന്നത് നേത്രേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആനന്ദമയ എന്ന് പറഞ്ഞാലോ, ആനന്ദം എവിടെയാണ് അനുഭവിക്കുന്നത്? അത് ചെവിയിലൂടെയാണ്, ശ്രവണേന്ദ്രിയത്തിലൂടെയാണ് ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദത്തിന് കാരണം ഈ ആകാശമാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തെ മാതൃഭാവത്തിലേക്ക് എത്തിക്കുന്നത്, നമുക്ക് ഈ ആകാശത്തെ ആലയമാക്കുന്നതിന്, ചിദാനന്ദമായിരിക്കുന്ന ജ്ഞാനാനന്ദത്തെ നമുക്ക് ആസ്വദിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ആകാശമാണ്, നമ്മുടെ സ്പേസാണ്. നമ്മുടെ സ്പേസ് എത്ര നല്ലതായിരിക്കണം അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്പേസ് എന്താവണം, മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളുടെ സ്പേസ് എന്തായിരിക്കണം, അത് നമ്മൾ മാത്രമാണ് ചിട്ടപ്പെടുത്തുന്നത്. അതിന് നമുക്ക് പവറുണ്ട്. ആ പവർ എങ്ങനെയാണോ ഉണ്ടാകുന്നത്? നമ്മൾ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണോ വർക്ക് ചെയ്യിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ സ്പേസ് ഉണ്ടാവും. ശ്രവണേന്ദ്രിയത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ, നല്ലതിനെ നന്നായിട്ട് കേൾക്കുക, നല്ലതിനെ നന്നായിട്ട് കാണുക എന്നുള്ള രണ്ട് ഗുണങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ചിദാനന്ദമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. നമ്മളുടെ ജീവിതം ആനന്ദമയമാകും. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങൾ, അത് നമ്മളുടെ ഈ പഞ്ചഭൂതാത്മകമാണ് എന്ന് അറിഞ്ഞാൽ, അതിനെ നമ്മൾ ആസ്വദിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണെന്നറിഞ്ഞാൽ. ഇപ്പോൾ ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്ന് പറയുന്ന അഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ ആറാമത്തെ ഇന്ദ്രിയത്തെ നമ്മൾ പരിചയപ്പെട്ടു. അതാണ് ജ്ഞാനേന്ദ്രിയം. ഇനി ഏഴാമത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ദഹനേന്ദ്രിയമാണ്. ദഹനേന്ദ്രിയം പ്രധാനമായിട്ടും ഏത് ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ത്വക്ക്, നാക്ക്, മൂക്ക് എന്ന് പറയുന്ന 3 ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ദഹനേന്ദ്രിയം വർക്ക് ചെയ്യുന്നത്. ജ്ഞാനേന്ദ്രിയം വർക്ക് ചെയ്യുന്ന 3 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ശ്രവണേന്ദ്രിയം, നേത്രേന്ദ്രിയം, ശ്വസനേന്ദ്രിയം. എല്ലാത്തിൻ്റെയും മീഡിയേറ്റർ ശ്വസനേന്ദ്രിയമാണ്.
പ്രാണേന്ദ്രിയമായിരിക്കുന്ന ശ്വസനേന്ദ്രിയമാണ് എല്ലാത്തിൻ്റെയും സെൻട്രലിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ്, മൂക്ക്. ദഹനേന്ദ്രിയത്തിലേക്ക് വരുമ്പോഴും എന്താണ്? അതിൻ്റെയും മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്, സെൻട്രലിൽ നിൽക്കുന്നത് മൂക്കാണ്. ഉയർന്നു നിൽക്കുന്നത് മൂക്കാണ്. നമുക്ക് പുറത്ത് സ്കിന്നുള്ള പോലെ തന്നെ അകത്തേക്കും സ്കിന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രതിനിധീകരിക്കുന്നതാണ് ചുണ്ട്. നമ്മുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസിലേക്ക് വരുമ്പോൾ ത്വക്കിനെ പ്രതിനിധീകരിക്കുന്നത് ചുണ്ടാണ്. ത്വക്കിന്ദ്രിയവും രസനേന്ദ്രിയവും ശ്വസനേന്ദ്രിയവും ചേർന്ന് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഇന്ദ്രിയമാണ് എന്ത്? അത് ദഹനേന്ദ്രിയമാണ്. ഏറ്റവും ക്രിയേറ്റീവ് ഹെഡായിട്ട് ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ജ്ഞാനേന്ദ്രിയമാണ്, ബ്രെയിനാണ്. അതിന് താഴെയാണ് ഈ ദഹനേന്ദ്രിയം വരുന്നത്. 6ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയവും 7ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ദഹനേന്ദ്രിയവും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ത്? ജനനേന്ദ്രിയം. ജീവനെ ജനിപ്പിക്കുന്ന ഇന്ദ്രിയമായിരിക്കുന്ന ജനനേന്ദ്രിയം. 8ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന നമ്മുടെ ജനനേന്ദ്രിയത്തെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മുടെ ബ്രെയിൻ 6ാമത്തെ ഇന്ദ്രിയമാണ്. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് ആമാശയത്തിന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രെയിനും 2ാമത്തെ ബ്രെയിനും കൂടി ചേർന്ന് തീരുമാനിച്ചാൽ മാത്രമാണ് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്തിന്? നമ്മളുടെ ജനനേന്ദ്രിയം.